നത്താരിൽ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷോത്തമൻ ഭക്തവത്സലൻ അനന്താതിഹീനനപി. പല പാഠഭേദങ്ങളുണ്ട്. സാരത്തിൽ വ്യത്യാസമൊന്നുമില്ല. ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയെന്നിരിക്കും. നത്താര് എന്ന് പറഞ്ഞാൽ താമരയാണ് ഉദ്ദേശിക്കുന്നത്. താമരയിൽ വസിക്കുന്ന ദേവി ലക്ഷ്മി ഭഗവതി. ആ മാനിനിയുടെ മണാളൻ മിസ്റ്റർ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. നത്താരിൽ മാനിനി മണാളൻ അതാരാണ്? പുരാണ പുരുഷൻ. പുരാണൻ എന്ന് പറഞ്ഞാൽ ആദിപുരുഷൻ. സദേവ അഗ്രേ ആസീത്. ഈ പ്രപഞ്ചാവിഷ്കാരങ്ങൾക്ക് കാര്യപ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായ പരമമായ തത്വം പുരുഷൻ, ചേതന, ബോധം. പുരാണ പുരുഷൻ. ഭക്തവത്സലൻ അദ്ദേഹം ഇന്നും ഉണ്ട്. പഴയ ആളാണെങ്കിൽ ഇന്നും ഉണ്ട്. എങ്ങനെയാണ് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്, അനുഗ്രഹമായിരിക്കുന്നത്? ഭക്തന്മാരോടുള്ള വാത്സല്യമുള്ളവനായിട്ട്. ഭക്തവത്സലൻ അനന്താതിഹീനനപി. ആദ്യന്തങ്ങൾ ഇല്ലാത്തവനാണ്. ആദിഹീനനാണ്, തുടക്കമില്ല. അപ്പം അനന്തനാണ്. ഇങ്ങനെയുള്ള ഭഗവാനോട് ഒരു റിക്വസ്റ്റ് നടത്തിയിരിക്കുന്നു. എന്താ റിക്വസ്റ്റ്? കടന്ന കയ്യായിപ്പോയേ. എന്താ പറയണത്? ചിത്തത്തിലച്യുത, ഹേ ച്യുതിയില്ലാത്തവനെ, നാശരഹിതനായിട്ടുള്ളവനെ, ചിത്തത്തിൽ എൻ്റെ മനസ്സിൽ കളിപ്പന്തലിട്ട് വിളയാടുക. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടുക. ഹരി നാരായണായ നമ. അവിടെ വിളയാടണം. ഹേ നാരായണ. ഇതാണ് പ്രാർത്ഥന. ഇവിടെ ഒരു വൈരുദ്ധ്യം എന്താണ്? അനന്താതിഹീനനായ ഭഗവാൻ വിഷ്ണുവിനോട് ചിത്തത്തിൽ കളിപ്പന്തലിട്ട് വിളയാടാൻ പറയണത് അധിക പ്രസംഗമല്ലേ? ഉത്തരം ഭക്തവത്സലനാണെന്ന് പറഞ്ഞല്ലോ. ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ ഭഗവാൻ തയ്യാറാണത്രേ. അങ്ങനെ ഒരു ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് ഈ റിക്വസ്റ്റ്. മനസ്സിലായില്ലേ? ഭക്തവത്സലനായതുകൊണ്ട് വരിക എൻ്റെ ചിത്തത്തിൽ. ഇനി ഭഗവാൻ ലീലാ പ്രിയനാണ്. ഓക്കെ, അതുകൊണ്ട് ഭഗവാന് പറ്റിയ ഒരു കേളി ചെയ്യുന്നതിനുള്ള ഒരു അരങ്ങ്, വേദി, അതിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭഗവാൻ ചോദിക്കണു, എനിക്ക് അവിടെ വന്നിരുന്ന് കളിക്കാനൊക്കെ സ്ഥലമുണ്ടോന്ന്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ വെക്കാം, പക്ഷെ ചിലതൊന്നും ഞാൻ പറഞ്ഞാൽ പോവില്ല, അങ്ങ് വന്നാൽ തന്നെ പോവുള്ളൂ. കേട്ടില്ലേ? ഇത് ഗംഭീരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ചിത്തത്തിൽ അച്യുത കളിപ്പന്തൽ ഇട്ട് വിളയാടുക ഇന്ന് ഹരി നാരായണായ നമ. അവിടെ നിന്ന് വന്ന് ഇവിടെ ഒക്യുപ്പൈ ചെയ്തിട്ടില്ലെങ്കിൽ, അവിടെ നിന്ന് വന്ന് ഇവിടെ സ്ഥലം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവിടെ വേറെ പലതും വിളയാടും. ഒരു പ്രയോഗമുള്ളത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവനവനിരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ വേറെ പലരും വന്നിരിക്കുകയും. അപ്പം അതുകൊണ്ട് ഭഗവാനെ അങ്ങേക്ക് അർഹതപ്പെട്ട സ്ഥാനം മറ്റുള്ളവർ കൈവശപ്പെടുത്തി മലീമസമാക്കാതിരിക്കട്ടെ. സോ പ്ലീസ് ബ്ലെസ് മീ.